എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NIS +2 സയൻസ് വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. 2025 ഏപ്രിൽ മാസത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ NIOS 2026 ഒക്ടോബർ ബാച്ചിലേക്കുള്ള SSLC +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ് LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ് +2 ഒക്കെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഫിസിക്സ് പരീക്ഷയ്ക്ക് നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. അതിൽ ടോട്ടൽ നമുക്ക് 43 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. കൂടാതെ 80 മാർക്കിലാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്കറിയാം നമ്മുടെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഫിസിക്സിൽ 1 തൊട്ട് 16 വരെയുള്ള ചോദ്യങ്ങളായിരിക്കും കേട്ടോ. 1 തൊട്ട് 16 വരെയുള്ള ചോദ്യങ്ങളായിരിക്കും MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ശേഷം 17 തൊട്ട് 28 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആയിരിക്കും. അതിനുശേഷം സെറ്റ് B ആണ്. സെറ്റ് Bയിൽ നമുക്കറിയാം ഷോർട്ട് ആൻസർ ടൈപ്പ് ഉണ്ട്, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ആൻസർ ടൈപ്പ്. ഇങ്ങനത്തെ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെക്ഷൻ Bയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് MCQ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ ആദ്യം തന്നെ കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. As we move away from a positively charged particle, the potential due to the charge dash. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിളിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ അവിടെ ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഇൻക്രീസസ് ലീനിയർലി ആണോ, അതോ ഡിക്രീസസ് ലീനിയർലി ആണോ, ഇൻക്രീസസ് നോൺ ലീനിയർലി ആണോ, അല്ലെങ്കിൽ ഡിക്രീസസ് നോൺ ലീനിയർലി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ആൻസർ ഏതാണ് വരേണ്ടത്? നമുക്കറിയാം ഓപ്ഷൻ D ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചാർജ് മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു ചാർജ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിക്രീസസ് നോൺ ലീനിയർലി ആയിരിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? V = 1/4πε0 Q/R. ഇങ്ങനൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് V ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? 1/R അല്ലേ. ഇവിടെ V എന്ന് പറയുന്നത് എന്താണ്? V എന്ന് പറയുന്ന അവിടുത്തെ പൊട്ടൻഷ്യലാണ് അല്ലേ. അതായത് ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ പൊട്ടൻഷ്യലാണ് V കാണിക്കുന്നത്. R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം V ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/R അല്ലേ. അതായത് 1/R എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ എന്താണ്? R കൂടുമ്പോൾ V എന്തായിരിക്കും? കുറയുവാണ് ചെയ്യുന്നത് അല്ലേ. അതായത് ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഇവിടെ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഡിക്രീസസ് നോൺ ലീനിയർലി എന്നുള്ളതാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ ഇവിടെ പഠിച്ചു വയ്ക്കണം. V ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/R ആണെന്നുള്ള കാര്യം കൂടെ മറന്നു പോയേക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഓക്കെ, ഇനി അടുത്തത് അവിടെ ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ ഗേറ്റ്? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്ഷൻ B ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ. നാൻഡ് ഗേറ്റ് ആണ് അല്ലേ. ഇനി അടുത്ത ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്കൊരു പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത്. റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇപ്രകാരമാണ്. എ സോളിഡ് സിലിണ്ടർ ബ്ലോക്ക് ഓഫ് വോളിയം V ആൻഡ് ഡെൻസിറ്റി ρ floats vertically in water with 1/2 of its volume immersed in another liquid. It floats vertically with 1/5 of its volume outside the liquid surface. The relative density of the liquid is dash. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വരുന്ന ഓപ്ഷൻ A ആണ്. അതായത് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുമ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ ആ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ വെച്ചിട്ട് നമ്മൾ പറയാം വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡ് അല്ലേ. അതിനുശേഷം റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് 2/3 എന്ന് പറയുന്ന ഒരു ആൻസർ നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്തടുത്ത് തന്നിരിക്കുന്ന നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? എ ട്രാവലിംഗ് വേവ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ഈസ് റിപ്രസെൻറ്റഡ് ബൈ ദ ഇക്വേഷൻ y of x, t ഈസ് ഈക്വൽ ടു a sin kx minus omega t. The maximum particle velocity is dash എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പം ഇവിടെ നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് എന്താണ് അതിൻ്റെ ആൻസർ അവിടെ കിട്ടും. അതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. അതായത് എ ഒമേഗ എന്നുള്ളതായിരിക്കും ഇവിടെ ആൻസർ വരുന്നത്. അപ്പോൾ അതും എന്താണ്, നമ്മൾ മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോഴാണ് ആ ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. സോ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, അതായത് വേവ് ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. അതിനകത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഇക്വേഷൻ, അതായത് ഇത് ഈ y ഓഫ് x, t = a sin kx മൈനസ് ഒമേഗ ടി അല്ലേ, അതിൻ്റെ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിനെ എന്താ ചെയ്യുന്നത്? ഡിഫറൻഷ്യേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം വെച്ചിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതായത് എങ്ങനെ വരും? v = dy/dt ഓഫ് ദെൻ a sin kx മൈനസ് ഒമേഗ ടൈ. അപ്പോൾ ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എ ഒമേഗ എന്ന് പറയുന്ന ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രോബ്ലം ചെയ്ത് നോക്കണം. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആൻസറിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എ ഒമേഗ എന്ന് പറയുന്ന ആൻസർ അവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത അവിടെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ് Q1 ആൻഡ് Q2. അവിടെ ഓൾറെഡി നമുക്ക് പോയിന്റ് ചാർജസ് ഒക്കെ തന്നിട്ടുണ്ട്. ആൻഡ് കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് R, ഡിസ്റ്റൻസും തന്നിട്ടുണ്ട് അല്ലേ. R ഈസ് F. When the magnitude of each charge is halved and the separation between them is also half, the force between them will be dash. അതായത് അവിടെ ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ആദ്യമേ വായിച്ച് നോക്കുക, സാധനങ്ങളൊക്കെ എടുത്തെഴുതാനായിട്ട് നോക്കുക. ആദ്യം തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? Q1 ഡാഷ് എത്രയാണെന്ന് നോക്കാം. Q1 ഡാഷ് എന്ന് പറയുന്നത് എത്ര വരും? ഹാഫ്ഡ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ Q1/2 എന്ന് നമുക്ക് കൊടുക്കാമല്ലോ. ഇനി അടുത്ത ചാർജ് എന്ത് വരും? Q2 ഡാഷ് അല്ലേ. Q2 ഡാഷ് ഈസ് ഈക്വൽ ടു Q2/2 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് രണ്ടും ക്ലിയർ ആയി. ഇനി നമുക്ക് അവിടെ എന്താ ചെയ്യാനുള്ളത്? ഇനി നമുക്ക് അവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ, R തന്നിട്ടുണ്ട്. സോ നമുക്ക് അതും കൊടുക്കാമല്ലോ. R ഡാഷ് ഈസ് ഈക്വൽ ടു R/2 എന്ന് കൊടുക്കാം. അപ്പോൾ തന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഇനി എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ന്യൂ ഫോഴ്സ് കണ്ടുപിടിക്കണം അല്ലേ, ന്യൂ ഫോഴ്സ്. അപ്പം ന്യൂ ഫോഴ്സ് ഈസ് ഈക്വൽ ടു, ന്യൂ ഫോഴ്സ് എങ്ങനെ വരും? F ഡാഷ് ആണല്ലേ. അപ്പോൾ F ഡാഷ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു എന്താണ്? Q1 ഡാഷ് ഇൻറ്റു Q2 ഡാഷ് ഡിവൈഡഡ് ബൈ R1 എന്താണ്? R1 സ്ക്വയർ അല്ലേ, R1 സ്ക്വയർ എന്ന് വരും. ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്തിച്ചേരുന്നത്. എങ്ങനെ കൊടുക്കാം നമുക്ക്? F ഡാഷ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 divided by 4 divided R square ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ഇത് ഇങ്ങനെ വരും അല്ലേ. ഇനി എന്താണ് ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? K ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്ന് വരും. ആണല്ലോ, ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് നമുക്കറിയാം F ആണല്ലേ. F ആണിത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. F ഈസ് ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ എന്ന് പഠിച്ചിട്ടില്ലേ. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അപ്പോൾ നമുക്ക് പറയാം എന്താ? F ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? F ഡാഷ് ഈസ് ഈക്വൽ ടു F എന്ന് കൊടുക്കാമല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ വരും? ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. 5ൻ്റെ ആൻസർ ഓപ്ഷൻ എ. അപ്പോൾ ഇവിടെ കൂളംസ് ലോ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യമേ വായിച്ച് നോക്കിയിട്ട് അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഈ ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ F ഡാഷ് ഈസ് ഈക്വൽ ടു F എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കുന്ന മുമ്പ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. സോ E ഈസ് ഈക്വൽ ടു F/Q ആണ് അല്ലേ. അപ്പം F എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് m⁻1 L⁻1 T⁻−2 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ Qൻ്റെ എങ്ങനെ വരും? I/T ആണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം? A⁻1 ദെൻ T⁻1. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? m⁻1 L⁻1 T⁻−3 ദെൻ എന്താണ്? A അല്ലേ, A⁻
-1 എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ ഏതാ വരുന്നത്? ഇത് ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഓർത്ത് വെക്കുക, E = F/Q. എഫിൻ്റെ m⁻1 L⁻1 T-2 T⁻⁻2 ദെൻ ക്യൂവിൻ്റെ I × T ആണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഡയമെൻഷൻ ഫോർമുല കൊടുക്കുമ്പോഴത്തേന് എങ്ങനെ വരും? A1 T1 എന്ന് വരും അല്ലേ. അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് m⁻1 L⁻1 T⁻−3 A⁻−1 എന്ന് വരും. അപ്പോൾ അവിടെ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത അവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിയേ, 7ാമത്തേത് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് ബൈ എ ബാറ്ററി. ദ ബാറ്ററി ഈസ് ഡിസ്കണക്റ്റഡ് ആൻഡ് ദ പ്ലേറ്റ് സെപ്പറേഷൻ ഈസ് ഇൻക്രീസ്ഡ്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് വിൽ നൗ എങ്ങനെ വരുമെന്നാണ് ചോദിക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്രകാരം ആയിരിക്കും എന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ വരുന്നത്? അതിൻ്റെ ആൻസർ ഏതായിരിക്കും വരുന്നത്? ഏതാ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. ഓർത്ത് വെക്കുക, എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് ബൈ എ ബാറ്ററി. ദ ബാറ്ററി ഈസ് ഡിസ്കണക്റ്റഡ് ആൻഡ് ദ പ്ലേറ്റ് സെപ്പറേഷൻ ഈസ് ഇൻക്രീസ്ഡ്. ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ ചെയ്യുക? ആ പ്ലേറ്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ഇൻക്രീസ് ചെയ്യും. ഓർത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ പ്ലേറ്റ് സെപ്പറേഷൻ ഈസ് ഇൻക്രീസ്ഡ്, ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ അവിടെ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി അത് മനസ്സിലാക്കിയിട്ട് വേണം ആൻസറിലേക്ക് എത്താനായിട്ട്. ഓക്കെ, ഇനി അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 8ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് അഫക്ട് ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിനെ അഫക്റ്റ് ചെയ്യാത്തത് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കറിയാം അവിടെ എന്തൊക്കെ തന്നിരിക്കുക? ചേഞ്ച് ഇൻ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് തന്നിട്ടുണ്ട്, ദെൻ ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് ദ മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് തന്നിട്ടുണ്ട്, ദെൻ ചാർജ് ഓൺ ദ പ്ലേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ? ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിനെ ആശ്രയിക്കാത്തത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. ചാർജ് ഓൺ ദ പ്ലേറ്റ് ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് ഇവിടെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ചേഞ്ച് ഇൻ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ്, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് ദ മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഈ മൂന്നും എന്താണ്? കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ദെൻ ചാർജ് ഓൺ ദ പ്ലേറ്റ് ആണ് അവിടെ ആൻസർ വരുന്നത്. ഡി ആണ് അഫക്റ്റ് ചെയ്യാത്തത്. ഓക്കെ, അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ആൻ ആക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് ദ EMF ഓഫ് എ പ്രൈമറി സെൽ ഈസ് ഡാഷ്. നമുക്കൊരു പ്രൈമറി സെല്ലിൻ്റെ EMF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മെഷർമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. പൊട്ടൻഷ്യോമീറ്റർ ആണ് ആൻസർ വരുന്നത്. ഡി ആണ് കേട്ടോ. അടുത്തത് അവിടെ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, n ഈക്വൽ റെസിസ്റ്റൻസ് ആർ ഫസ്റ്റ് കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് ദെൻ ഇൻ പാരലൽ. അപ്പോൾ ആദ്യമേ എന്താ ഒരു n ഈക്വൽ റെസിസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം എന്താണ് പാരലലായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് ദ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ്, അങ്ങനെയാണെങ്കിൽ എന്താ ഇക്വലൻറ്റ് റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ ഇൻ ദ 2 കേസസ്, 2 കേസിൽ എപ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ വരും? ആദ്യമേ n ഈക്വൽ റെസിസ്റ്റൻസസ് നമ്മൾ സീരീസ് ആയിട്ടും രണ്ടാമത് പാരലൽ കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസിന്റെ റേഷ്യോ ഈ 2 കേസിലും എപ്രകാരമായിരിക്കും? എങ്ങനെ വരും? ഓപ്ഷൻ ഡി ആണ് അല്ലേ. n²1 എന്നുള്ള റേഷ്യോയിലായിരിക്കും ആ ഒരു റേഷ്യോ വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അനുപാതം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ കളേർഡ് ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ്. ദ കളർ നിയറസ്റ്റ് ടു ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദ ലെൻസ് ഈസ് ഡാഷ്. അതായത് ഒരു കോൺവെക്സ് ലെൻസ് നമ്മൾ ഉപയോഗിച്ചിട്ട് ഒരു വസ്തുവിൻ്റെ കളേർഡ് ഇമേജ് നോക്കിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന ടൈമിൽ ഇത് കളർ നിയറസ്റ്റ് ടു ദ ഒപ്റ്റിക്കൽ സെൻറ്റർ, ഈ ഒരു ലെൻസിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്ററിലേക്ക് അടുത്ത് വരുന്ന ആ ഒരു നിറം ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ അല്ലേ, വയലറ്റ് ആണെന്ന് നമുക്കറിയാലോ. അപ്പോൾ വയലറ്റ് ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. ഇത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് വി മേക്ക് ഐഡൻറ്റിക്കൽ പ്രിസംസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലാസ് ദ ബ്രോഡസ്റ്റ് സ്പെക്ട്രം ഈസ് ഫോംഡ് ബൈ എ ഡാഷ്. എന്താണ് ആൻസർ? എന്താ വരേണ്ടത്? ഓപ്ഷൻ സി ആണ് അല്ലേ. ഫ്ലിൻ ഗ്ലാസ് പ്രിസം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരേപോലെയുള്ള പ്രിസങ്ങൾ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഗ്ലാസുകൾ കൊണ്ട് നമ്മൾ മേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും ബ്രോഡസ്റ്റ് സ്പെക്ട്രം ഫോം ചെയ്യുന്നത് ഏതിൽ നിന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലിൻ ഗ്ലാസ് പ്രിസത്തിൽ നിന്നാണ് കേട്ടോ. ഓപ്ഷൻ
ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഡസ് നോട്ട് ചേഞ്ച് വെൻ ലൈറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ ഹാവിങ് ഡിഫറെൻറ്റ് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി. ഡിഫറെൻറ്റ് ഓപ്റ്റിക്കൽ ഡെൻസിറ്റിയിലുള്ളൊരു ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ അവിടെ ചേഞ്ച് ചെയ്യാത്ത ക്വാണ്ടിറ്റി താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഇൻറ്റൻസിറ്റി ആണോ, അത് ഫ്രീക്വൻസി ആണോ ചേഞ്ച് ചെയ്യാത്തത്, വെലോസിറ്റി ആണോ ചേഞ്ച് ചെയ്യാത്തത്, വേവ് ലെങ്ത് ആണോ എന്നുള്ളത് ഏതാണ്? ഓപ്ഷൻ സി അല്ലേ, ഫ്രീക്വൻസിയാണ് അവിടെ ചേഞ്ച് ചെയ്യാത്തത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 14ാമത്തെ ചോദ്യം നോക്കിയേ. വെൻ കോളിമേറ്റഡ് ലൈറ്റ് വേവ്സ് ആർ ഇൻസിഡൻറ്റ് ഓൺ ദ സർഫസ് ഓഫ് എ പോളറൈസിംഗ് മീഡിയം അറ്റ് ആൻ ആംഗിൾ ഈക്വൽ ടു ദ പോളറൈസിംഗ് ആംഗിൾ, ദ ആംഗിൾ ബിറ്റ്വീൻ ദ കറസ്പോണ്ടിങ് റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് ഈസ് ഡാഷ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു പോളറൈസിംഗ് സർഫസിൽ ഒരു പോളറൈസിംഗ് ആംഗിളിന് തുല്യമായിട്ടുള്ള കോണിൽ കോളിമേറ്റഡ് ലൈറ്റ് വേവ്സ് പതിക്കുമ്പോൾ അവിടെ എന്താണ്? റിഫ്ലക്റ്റഡും അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് റേസും തമ്മിലുള്ള ഒരു കോൺ അളവ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? ഓപ്ഷൻ സി അല്ലേ, 90 ഡിഗ്രി ആയിരിക്കും അവിടെ കോണളവ് എന്ന് പറയുന്നത്. അപ്പം സി ആണ് അവിടുത്തെ ആൻസർ വരുന്നത് കേട്ടോ. 90 ഡിഗ്രി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത അവിടെ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 15ാമത്തെ ചോദ്യം തന്നിരിക്കുന്നത്. എ ബോട്ട് അറ്റ് ആങ്കർ ഈസ് റോക്ക്ഡ് ബൈ വേവ്സ് വെർ ക്രെസ്റ്റ് ആർ 100 മീറ്റർ അപ്പാർട്ട് ആൻഡ് വെലോസിറ്റി 25 മീറ്റർ പെർ സെക്കൻഡ്. ദ ബോട്ട് ബൗൺസസ് അപ്പ് ഇൻ എവരി ഡാഷ്. അതായത് ബോട്ട് എത്ര തവണ അല്ലെങ്കിൽ എത്ര സമയം കൂടുമ്പോഴാണ് അവിടെ മുകളിലേക്ക് ഉയരുന്നത് എന്നുള്ളതാണ് അവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? വെലോസിറ്റി ഓഫ് വേവ്സ് അല്ലേ, അതെങ്ങനെയാണ്? വി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ ടി എന്ന് വരും അല്ലേ. ഇനി ഈ ടൈം കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ, ടി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ വി ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ലാംഡ എത്രയാണ്? 100 ആണല്ലേ, 100 മീറ്റർ ആണ്. ദെൻ വെലോസിറ്റി നമുക്കറിയാം 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് വരുന്നത്. സോ ഇതിന് 100നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും നിങ്ങൾക്ക് ആൻസർ? 4 സെക്കൻഡ് കിട്ടും അല്ലേ. അപ്പോൾ ആൻസർ എന്താ വരണ്ടേ? 4 സെക്കൻഡ്. ദെൻ ബി ആണ് ഇവിടെ ആൻസർ വരേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4 സെക്കൻഡ് എന്നുള്ളതാണ് അവിടെ ആൻസർ. 15ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി, ഓപ്ഷൻ ബി ആണ്. അടുത്തവിടെ 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ. 2 coherent waves having intensities in the ratio 9:1 പ്രൊഡ്യൂസ് ഇൻ്റർഫറൻസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? 2 കോക്കറൻറ്റ് വേവ്സ് അതിൻ്റെ ഇൻറ്റൻസിറ്റീസ് 9:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. സോ ഇത് എന്തുണ്ടാക്കുന്നു? ഇൻ്റർഫറൻസ് ഉണ്ടാക്കുന്നു. ദ റേഷ്യോ ഓഫ് ദ മാക്സിമം ടു മിനിമം ഇൻറ്റൻസിറ്റി ഇൻ ദ ഇൻ്റർഫറൻസ് പാറ്റേൺ ഈസ്. അങ്ങനെയാണെങ്കിൽ ഈ ഇൻ്റർഫറൻസ് പാറ്റേണിലെ മാക്സിമോ മിനിമോ ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന നമുക്ക് എങ്ങനെ എഴുതാം? I1 ഡിവൈഡഡ് ബൈ I2 ഈസ് ഈക്വൽ ടു 9/1 എന്ന് കൊടുക്കാമല്ലോ അല്ലേ. അപ്പോൾ 9/1 നമുക്ക് കൊടുക്കാം. തന്നിരിക്കുന്ന സാധനം നമ്മൾ എടുത്തെഴുതി. ഇനി ഇവിടെ നമുക്കറിയാം ഇൻറ്റൻസിറ്റി എപ്പോഴും എങ്ങനെയായിരിക്കും? ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു A² എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അതായത് ആംപ്ലിറ്റ്യൂഡിൻ്റെ വർഗത്തിന് ആനുപാതികമായിട്ടാണ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ എന്നുള്ളത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താ ഇക്വേഷനകത്തോട്ടിട്ട് കൊടുക്കാം? A1 ഭാഗം A2 അല്ലേ. A1 ഡിവൈഡഡ് ബൈ A2 റൂട്ട് ഓഫ് I1 ഡിവൈഡഡ് ബൈ I2 ഈസ് ഈക്വൽ ടു I1 എത്രയാണ്? 9 അല്ലേ. 9 ഡിവൈഡഡ് ബൈ 1 അല്ലേ. റൂട്ടിലിട്ട് കൊടുക്കുക. 9ൻ്റെ റൂട്ട് 3 ഭാഗം 1 അല്ലേ. 3/1 നമുക്ക് കിട്ടുമല്ലോ. ഇനി എന്താ ചെയ്ത് പിടിക്കേണ്ടത്? ഇനി ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? I max I minimum കണ്ടുപിടിക്കണം അല്ലേ. അതെങ്ങനെ കണ്ടുപിടിക്കണേ? I max ഭാഗം I minimum ഓക്കെ ഈസ് ഈക്വൽ ടു എങ്ങനെ ഇക്വേഷൻ എഴുതാം? A1 പ്ലസ് A2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ A1 മൈനസ് A2 എന്ന് കൊടുക്കുക. ഇത് ഫുള്ള് ആയിട്ട് കൊടുക്കണം കേട്ടോ ബ്രാക്കറ്റ്. ഓക്കെ, ഈസ് ഈക്വൽ ടു എങ്ങനെ കൊടുക്കാം? A1 എത്രയാണ്? A1 നമുക്കവിടെ 3 കൊടുക്കാം. ഓക്കെ, 3K ഇപ്പോൾ കിട്ടിയില്ലേ? 3/1 എന്നല്ല കിട്ടി. അപ്പോൾ 3K കോമ A2 എത്ര കിട്ടിയത്? A2 എന്ന് പറയുന്നത് 1K. ഓക്കെ, ഇപ്പോൾ 3/1 എന്നുള്ള റേഷ്യോയിലാണ് കിട്ടിയത്. അപ്പോൾ 3K ഈസ് ഈക്വൽ ടു A2 എന്ന് പറയുന്നത് 1K എന്നും കൊടുത്തു. ഇനി ഇങ്ങനെ എടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് കൊടുക്കാം? ഇനി ഇവിടെ ഓക്കെ നോക്കിക്കോ. I max divided by I minimum is equal to 3K plus 1K
ഡിവൈഡഡ് ബൈ 3k മൈനസ് 1k. അതായത് A1 ഉം A2 എത്രയാണെന്ന് കിട്ടിയല്ലോ, അത് നമ്മൾ ഡയറക്റ്റ് ആ ഒരു ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. A1 ഉം A2 എത്രയെന്ന് എഴുതിയിട്ട് ആ A1 ഉം A2ൻ്റെ സ്ഥാനത്തേക്ക് ആ ഒരു വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 3k + 1k ഭാഗം 3k മൈനസ് 1k ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും നോക്കിക്കേ. 3k + 1k എത്രയാണ്? 4k വരും അല്ലേ. 3k മൈനസ് 1k വരുമ്പോൾ 2k വരും. അപ്പം നമുക്ക് എങ്ങനെ കൊടുക്കാം നോക്കിക്കോ. 4k ഭാഗം 2k ദ ഹോൾ സ്ക്വയർ കൊടുക്കുക കേട്ടോ, ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ഇനി 4k ഭാഗം 2k ദ ഹോൾ സ്ക്വയർ വരുമ്പോഴത്തേനും എത്ര വരിക? നമുക്കറിയാം ഇത് 4/2k അല്ലെങ്കിൽ 4k / 2k വരുമ്പോൾ നമുക്ക് 2 കിട്ടും അല്ലേ. ഇതെല്ലാം ക്യാൻസലായി പോകുമല്ലോ അല്ലേ. അപ്പം നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. ഓക്കെ, 2 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാമല്ലോ അല്ലേ, ഈസ് ഈക്വൽ ടു 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ് അല്ലേ. 4/1 കിട്ടിയല്ലോ. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? ആൻസർ എത്രയാണ് വരുന്നത്? ഏത് റേഷ്യോയിൽ നമുക്ക് കിട്ടി? 4:1 എന്ന് പറയുന്ന റേഷ്യോയിൽ കിട്ടിയില്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എത്ര വരും? 4:1 അല്ലേ. ബി ആണ് അവിടെ ആൻസർ വരുന്നത് കേട്ടോ. ബി ആണ് അവിടെ ആൻസർ വരുന്നത്. ക്ലിയർ ആയിന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക കേട്ടോ. ഞാൻ ഈ എഴുതി കാണിക്കുന്ന നോട്ട്ബുക്കിൽ എഴുതാം. നമുക്ക് ഈ ഉള്ള സ്പേസിൽ ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഓരോ സ്റ്റെപ്പ് എഴുതുമ്പോൾ നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആൻസർ കിട്ടും. 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ചോദ്യം ഇവിടെ തന്നിരിക്കുന്നത്. താഴെ നമുക്ക് കുറച്ച് പാസേജ് തന്നിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് എയ്ക്കും ബിക്കും ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തെർമോഡൈനാമിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള പാസേജാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ അതിനെ ബേസ് ചെയ്ത് നമുക്ക് താഴെ എയും ബി ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നോക്കിക്കോ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. ദ ലോ ഓഫ് തെർമോഡൈനാമിക്സ് വിച്ച് ഫോർബിഡ്സ് ദ കൺവേർഷൻ ഓഫ് 100% ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക്. അപ്പോൾ 100% ഹീറ്റിനെ വർക്ക് ആക്കുന്ന തെർമോഡൈനാമിക്സിൻ്റെ എന്താണ് നിയമം, ലോ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സെക്കൻഡ് ലോയിലാണ് പറയുന്നത് അല്ലേ. ഹീറ്റ് ഇൻ ടു വർക്കായിട്ട് മാറുന്ന തെർമോഡൈനാമിക്സിൻ്റെ ലോ എന്ന് പറയുന്നത് സെക്കൻഡ് ലോ ആണ്. അപ്പം സി ആണ് അവിടെ ആൻസർ വരുന്നത്. ഇനി അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റൻ അവിടെ തന്നിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോംസ് ഓഫ് എനർജി ഈസ് മോസ്റ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഹീറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് താഴെ പറയുന്നത് ഏത് എനർജി ഫോംസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി ആണോ, സൗണ്ട് എനർജി ആണോ, മാഗ്നറ്റിക് എനർജി ആണോ, കൈനറ്റിക് എനർജി ആണോ എന്നാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്, കൈനറ്റിക് എനർജി ആണ് മോസ്റ്റ്ലി ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഹീറ്റ് വരുന്നത്. അപ്പോൾ ഡി ആണ് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 18ാമത്തെ ചോദ്യമാണ് കേട്ടോ. നോക്കിക്കേ. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് യൂസിങ് ദ ഓപ്ഷൻസ് ഗിവൻ ഇൻ ദ ബ്രാക്കറ്റ് ബിലോ. അത് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? വിട്ടുപോയ ഭാഗം നമ്മളിവിടെ പൂരിപ്പിച്ച് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഇത് മുകളിൽ തന്നിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത ആൻസേഴ്സ് അങ്ങോട്ട് എഴുതി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് വിച്ച് ഹാവ് വേവ് ലെങ്ത് ഷോർട്ടർ ദാൻ എക്സ്റൈസ് ആർ ഡാഷ്. ഏതാ വരുന്നത്? നമുക്കറിയാം ഗാമ റൈസിനാണ് അല്ലേ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിച്ച് ഹാവ് വേവ് ലെങ്ത് ഷോർട്ടർ ദാൻ എക്സ്റൈസിനേക്കാളും കുറവായിട്ടുള്ള വേവ് ലെന്ത് ഉള്ളത് ഏതിനാണ്? നമ്മുടെ ഗാമ റൈസിനാണ്. അപ്പോൾ അവിടെ ഗാമ റൈസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ അവിടെ തന്നിരിക്കുന്നത്. ഇൻഫ്രാറെഡ് റേസ് ആർ ഓൾസോ കോൾഡ് ആസ് ഡാഷ്. ഇൻഫ്രാറെഡ് റേസിനെ നമ്മൾ മറ്റൊരു പേരിൽ വിളിക്കുന്നുണ്ട്. അത് ഏതാണ്? ഹീറ്റ് വേവ്സ് എന്നാണ് അല്ലേ. അപ്പോൾ ഹീറ്റ് വേവ്സ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മുൻപ് കണ്ടിട്ടുള്ളത് പോലത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പാസേജ് തന്നിട്ടുണ്ട്. ആ പാസേജ് നമ്മൾ വായിച്ചു നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മുടെ എ ബി എന്ന് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കുക, അതിന് ആൻസർ ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ആ പാസേജ് ഒന്ന് നോക്കാം. പാസേജ് തന്നിരിക്കുന്ന എന്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? ന്യൂക്ലിയർ റിയാക്ഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ന്യൂക്ലിയർ റിയാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് തന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഫിസിക്സിൽ നിങ്ങൾ ന്യൂക്ലിയർ റിയാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പോകണം. അതുപോലെ തന്നെ എൻഡോതെർമിക് റിയാക്ഷൻ, എക്സോതെർമിക് റിയാക്ഷൻസ് ഇതെല്ലാം പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പാസേജിനെ അടിസ്ഥാനമാക്കിയുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ടിക്കിൾസ് ഈസ് ദ ബെസ്റ്റ് പ്രൊജക്റ്റൈൽ ടു ട്രിഗർ എ ന്യൂക്ലിയർ റിയാക്ഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ താഴെ തന്നിരിക്കുന്ന പാർട്ടിക്കിൾസിനകത്ത് നോക്കിയിട്ട് ഏതാണ് ബെസ്റ്റ് പ്രൊജക്റ്റൈൽ ടു ട്രിഗർ എ ന്യൂക്ലിയർ റിയാക്ഷൻ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ വരേണ്ടത് കേട്ടോ. ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് എനർജി വാല്യൂസ് ഓഫ് ന്യൂട്രോൺ ക്യാൻ കോസ് ഫിഷൻ ചെയിൻ റിയാക്ഷൻ ഇൻ 235 യുറേനിയം 92 ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അതായത് താഴെ തന്നിരിക്കുന്ന ന്യൂട്രോണിൻ്റെ ഊർജ്ജ മൂല്യങ്ങളിൽ ഏതാണ് ഈ പറയുന്ന 235 യുറേനിയം 92ൽ ഫിഷൻ ചെയിൻ റിയാക്ഷന് കാരണമാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ലെസ് ദാൻ
0.1 ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ വരേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ഒരു ഫിഷനും ഫ്യൂഷനും ഒക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ആ ഒരു കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം കേട്ടോ. ചിലപ്പോൾ നമുക്കത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടുള്ള രീതിയിലൊക്കെ കാൽക്കുലേഷനും കാര്യങ്ങളും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് അത് നിങ്ങൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇനി അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഇപ്രകാരമാണ്: ഇൻ എ സ്റ്റേഷനറി വേവ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് നോട്ട്സ് ഓർ ആൻറ്റിനോട്ട്സ് ഈസ് ഡാഷ് എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ഒരു സ്റ്റേഷനറി വേവിൽ ഈ പറയുന്ന 2 സക്സസീവ് നോട്ട്സ് അല്ലെങ്കിൽ 2 ആൻറ്റിനോട്ട്സ് തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഇന്നതാകുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? ഹാഫ് ഓഫ് ദ വേവ് ലെന്ത് ആണ് അല്ലേ. ഇപ്പോൾ ഇവിടെ ആൻസർ വരേണ്ടത് എങ്ങനെയാണ്? ഹാഫ് ഓഫ് ദി വേവ് ലെന്ത് എന്നുള്ളതാണ് ആൻസർ വരേണ്ടത്. ഓക്കെ, അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ വരാം? ഇൻ എ സ്റ്റേഷനറി വേവ് the distance between 2 successive knots or antinodes is half of the wavelength എന്നുള്ളതാണ് അവിടെ ആൻസർ വരേണ്ടത്. ഓക്കെ, ഇനി അടുത്ത അവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ബി ആയിട്ട് കൊടുത്തിരിക്കുന്നത് സോണാർ സിസ്റ്റംസ് യൂസ് ഡാഷ് വേവ്സ് ഫോർ ദ ഓപ്പറേഷൻ. ഏതാണ് അവിടെ ആൻസർ വരേണ്ടത്? അൾട്രാസോണിക് വേവ്സ് ആണ് അല്ലേ. സോണാർ സിസ്റ്റംസ് യൂസ് അൾട്രാസോണിക് വേവ്സ് ഫോർ ദെയർ ഓപ്പറേഷൻ എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 21ാമത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് മാച്ച് ദി കോളം ആണ് കേട്ടോ. അതായത് ചേരുംപടി ചേർക്കാനാണ് തന്നിരിക്കുന്നത്. കറക്റ്റ് ഓപ്ഷനിൽ സെക്കൻഡിൽ കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കുക എന്തൊക്കെ തന്നിരിക്കുന്നത്. നമുക്ക് 2 സർക്യൂട്ട് തന്നിട്ടുണ്ട്, ഒപ്പം തന്നെ കോളം 2ൽ നമുക്ക് കോമ്പിനേഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. സീരീസ് കോമ്പിനേഷനോ പാരലൽ കോമ്പിനേഷനാണോ, ബാലൻസ്ഡ് വീൻസ്റ്റോൺ ബ്രിഡ്ജ് ആണോ, അല്ലെങ്കിൽ അൺബാലൻസ്ഡ് വീൻസ്റ്റോൺ ബ്രിഡ്ജ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്താ ചേരുംപടി ചേർക്കുക. എങ്ങനെ വരും ആൻസർ? കോളം 1 എങ്ങോട്ട് വരും? എയിലേക്ക് തന്നെയാണ് വരുന്നത് അല്ലേ. അതായത് കോളം സെക്കൻഡിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ ഇത് തന്നെയാണ്, സീരീസ് കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത്. ദെൻ അടുത്ത് ബി വരുന്നത് നമുക്കറിയാം ഏതാണ്? ബാലൻസ്ഡ് വീൻസ്റ്റൺ ബ്രിഡ്ജ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ അതാണ് അവിടെ ആൻസർ വരുന്നത് കേട്ടോ. 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 22ാമത്തെ ചോദ്യം എന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് അല്ലേ. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ്. ഇൻ എ പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് ദ കറന്റ് ലീഡ്സ് ദ വോൾട്ടേജ് ഇൻ ഫേസ് ബൈ ആൻ ആംഗിൾ. എത്ര വരുന്നത്? നമുക്കറിയാം π/2 ആണ് അല്ലേ. π/2 അല്ലെങ്കിൽ 90 ഡിഗ്രി കൊടുത്താലും മതി ആൻസർ ആയിട്ട്. ഓക്കെ, ഇനി അടുത്ത ഇൻ എ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ദ ആവറേജ് പവർ ഡിസിപ്പേറ്റഡ് ഈസ് ഈക്വൽ ടു ഏതായിരിക്കും? 0 അല്ലേ. 0 ആണ്. ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ അതിൻ്റെ ആവറേജ് പവർ എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്? 0 തുല്യമാണ്. അപ്പോൾ അവിടെ 0 ആണ് ആൻസർ വരുന്നത് കേട്ടോ. മുകളിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ഇൻ എ പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് ദ കറന്റ് ലീഡ്സ് ദ വോൾട്ടേജ് ഇൻ ഫേസ് അല്ലേ. എത്രയാണ് വരുന്നത്? π/2 ആണ്, അല്ലെങ്കിൽ 90 ഡിഗ്രി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് 23ാമത്താണ്. ഇതെന്താണ്? മാച്ച് ദി കോളം ആണ് തന്നിരിക്കുന്നത്. ഇത് നമുക്ക് സിമ്പിളായിട്ട് അറിയാവുന്നതാണ് അല്ലേ. അതായത് ഫോർമേഷൻ ഓഫ് റെയിൻബോ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പേർഷൻ ആണ് അല്ലേ. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ബ്ലൂ കളർ ഓഫ് സ്കൈ ഏതാണ്? സ്കാറ്ററിങ് ആണ് അല്ലേ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും, 100% ഉറപ്പുള്ളൊരു ചോദ്യമാണ് കേട്ടോ. നോക്കി വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ട്രൂ ഓർ ഫോൾസ് ആണ് തന്നിരിക്കുന്ന. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം അവിടെ എഴുതി കൊടുത്താൽ മതി. Superposition of 2 light waves coming from 2 coherent sources produce a fringe pattern in which the central maximum is twice the width of all other maxima എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ അതെന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഇനി അടുത്തത് ബി അവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഹൈജൻസ് വേവ് തിയറി എക്സ്പ്ലെയിൻസ് വേരിയസ് ഒപ്റ്റിക്കൽ ഫിനോമിന ഇൻ ടേംസ് ഓഫ് വേവ് ഫ്രണ്ട്. അത് ശരിയാണല്ലോ, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, ഇനി അടുത്ത അവിടെ തന്നിരിക്കുന്ന 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 25ാമത്തെ ചോദ്യം നമുക്ക് അവിടെ എന്താ തന്നിരിക്കുന്നത്? ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാ സീരീസും നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ബാൾമർ സീരീസ് തന്നിട്ടുണ്ട്, പാഷൻ സീരീസ് തന്നിട്ടുണ്ട്, അതുകൂടാതെ കുറേ സീരീസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. ലേമാൻ സീരീസ്, അങ്ങനെ കുറേ സംഭവമുണ്ട്. അതെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവിടെ ആൻസർ എങ്ങനെ വരേണ്ടത്? ബാൾമർ സീരീസ് വരുന്നത് എങ്ങോട്ടാണ്? 3ാമത്തേതിലേക്ക് വരും അല്ലേ. ദെൻ പാഷൻ സീരീസ് ഏതിലേക്ക് വരും? 2ലേക്കും വരും. ഇങ്ങനെയാണ് ആൻസർ വരുന്നത് കേട്ടോ. നോക്കി വയ്ക്കണം. എനർജി ലെവലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മാച്ച് ദി കോളം വരുന്നത്. അതൊക്കെ നോക്കി വെച്ചോണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തടുത്ത് തന്നിരിക്കുന്നത് നമുക്ക് 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, റൈറ്റ് ട്രൂ ഫോർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫോൾസ് ഫോർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ശരിയായിട്ടുള്ള പ്രസ്താവന തെറ്റായിട്ടുള്ള പ്രസ്താവന നോക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡീക്കേ റേറ്റ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ് തന്നിരിക്കുന്നത്. അതൊരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഇനി അതിൻ്റെ ബി തന്നിരിക്കുന്നത്, യൂസിങ് ടെക്നിക്സ് ഓഫ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി ഇറ്റ് ഈസ് നൗ തിയററ്റിക്കലി വയബിൾ ടു കൺവേർട്ട് അയൺ ഇൻ ടു ഗോൾഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ അതെന്താണ്? ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഇനി അടുത്തത് 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മാച്ച് ദി കോളം ആണ് തന്നിരിക്കുന്നത്. സോ നോക്കിക്കേ, അപ്പർ ഫിക്സ്ഡ് പോയിന്റ് ഓൺ കെൽവിൻ സ്കെയിൽ ഏതാ വരുന്ന ആൻസർ? ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ അത്
എയുടെ എയിലോട്ട് തന്നെ 1 തന്നെ നമുക്ക് ആൻസർ കൊടുക്കാം. ദെൻ അതുപോലെ തന്നെ 2ൻ്റെ ബിയുടെ വരുന്നത് എന്താണ്? എഫിഷ്യൻസി ഓഫ് ആൻ ഐഡിയൽ ഹീറ്റ് എൻജിൻ വർക്കിംഗ് ബിറ്റ്വീൻ ഐസ് പോയിൻ്റ് ആൻഡ് സ്റ്റീം പോയിൻ്റ് ഏതാ വരുന്നത്? 26.9% ആണ് അല്ലേ? അപ്പം 4th വരും. ഓക്കെ, ഇനി അടുത്തത് അവിടെ 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണ്? നമുക്ക് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, ഇഫ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് ഈസ് ട്രിപ്പിൾ, ദ ഫ്രിഞ്ച് വിഡ്ത്ത് വിൽ ബിക്കം ഡാഷ് ടൈംസ് ഓഫ് ദ ഇനിഷ്യൽ വാല്യൂ. സോ ഇതും എന്താണ്? ഈ പറഞ്ഞ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ സമയത്തും നമ്മുടെ ഫിസിക്സിൻ്റെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. ഏത്? നമ്മുടെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഈ പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ആൻസർ വരേണ്ടത്? 1/3 ആണ് അല്ലേ? 1/3 ടൈംസ് ഓഫ് ദി ഇനിഷ്യൽ വാല്യൂ ആണ് അവിടെ വരേണ്ടത്. ഇനി അടുത്ത ഒരു പ്രോബ്ലം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ അവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമ്മുടെ ഇനിഷ്യൽ വാല്യൂ അവിടെ എത്രയും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ λ1 എത്രയും തന്നിട്ടുണ്ട്, λ2 എത്രയും തന്നിട്ടുണ്ട്. എന്നാൽ ന്യൂ വാല്യൂസ് അവിടെ കണ്ടുപിടിക്കണം, n2 കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എന്തൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്? n1 എത്രയും തന്നിട്ടുണ്ട്. n1 ഏതാ? 99 ഫ്രിഞ്ചസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ദെൻ λ1 എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? ഇത്. ദെൻ λ2 എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? അതാണ് ഇത്. ദെൻ n2 എത്രയാണ് നമുക്കിവിടെ തന്നിട്ടില്ല. സോ നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കണ്ടേ? n2 കണ്ടുപിടിക്കണം. n2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? n2 ഈസ് ഈക്വൽ ടു n1 ഇൻറ്റു അല്ലേ λ1 ഡിവൈഡഡ് ബൈ λ2 അല്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? n2 കണ്ടുപിടിക്കണം. n2 കണ്ടുപിടിക്കുമ്പോൾ എത്ര ആൻസർ വരുന്നത്? 108 ആണ് നമുക്കിവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി അടുത്തത്, അപ്പോൾ ഇത്രയുമാണ് സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ്. ഇനി സെക്ഷൻ ബിയിലേക്ക് കിടക്കുകയാണ്. സെക്ഷൻ ബിയിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇപ്രകാരമാണ്. മെൻഷൻ എനി 2 മെത്തേഡ്സ് ഓഫ് റെഡ്യൂസിങ് ഫ്രിക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, കൺസർവേഷൻ ഓഫ് ലിനിയർ മൊമെൻറ്റം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക, എക്സാമിന് ചോദിക്കും. അടുത്തത്, നെയിം എ ഡയോഡ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ റിവേഴ്സ് ബയസ്, വാട്ട് ഈസ് ഇറ്റ് യൂസ്ഡ് ഫോർ. അതായത് റിവേഴ്സ് ബയസ് ഉണ്ട്, ഫോർവേഡ് ബയസ് ഉണ്ട്, ഇതെല്ലാം നോക്കിയിട്ട് പോകണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുപോലെ തന്നെ PNP ജംഗ്ഷൻ ഡയോഡ്, NPN ജംഗ്ഷൻ ഡയോഡ്, ഇതും നോക്കിയിട്ട് പോകണം. അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബുക്ക് ലൈങ് ഓൺ എ ടേബിൾ എക്സ്പ്ലെയിനിങ് ഹൗ ദീസ് ഫോഴ്സസ് ആർ ഡെവലപ്ഡ്. ഫോഴ്സിനെ അടിസ്ഥാനമാക്കി വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ തന്നെ ഓർ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, എ ബോയ് ത്രോസ് അപ്പ് എ ബോൾ ഓഫ് മാസ് m വിത്ത് എ സ്പീഡ് v. ദ ബോൾ ഗോസ് അപ്പ് ആൻഡ് റിട്ടേൺസ് ബാക്ക് ടു ഹിസ് ഹാൻഡ്സ് വിത്ത് ദ സെയിം സ്പീഡ്. ഫൈൻഡ് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ദ ബോൾ. ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് റെനോൾഡ്സ് നമ്പർ എന്താണെന്നുള്ളതും അതിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമിനും ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും അതിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ അവിടെ തന്നിട്ടുണ്ട്, നോക്കിയിട്ട് പോകണം. ഇനി അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാർനോട്ട് സൈക്കിൾ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ് നമ്മുടെ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്, നോക്കിയിട്ട് പോകണം കേട്ടോ. ഡ്രോ ദ സിമ്പിൾ ആൻഡ് ട്രൂത്ത് ടേബിൾ ഓഫ് നോട്ട് ഗേറ്റ്. ഓൾറെഡി നമ്മൾ നാൻ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ് ഇതെല്ലാം പഠിക്കുന്നതാണ്. സോ ട്രൂത്ത് ടേബിൾസ് എല്ലാം കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോകണം, എല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഒരു പ്രോബ്ലമാണ് തന്നിരിക്കുന്നത്. അവിടെ ഫോഴ്സ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, മൊമെൻറ്റം ഓഫ് എ ഫോട്ടോൺ ഓഫ് ഫ്രീക്വൻസി v. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഫിസിക്സിനകത്ത് ഓരോ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നോക്കിയിട്ട് പോകണം, അത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പിന്നെ ഇവിടെ അടുത്തൊരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? of a stabilized power supply showing a step down transformer, a full wave rectifier, a capacitor filter and a സെനർ ഡയോഡ്. നോക്കിയിട്ട് പോകണം, ഇമ്പോർട്ടൻ്റ് ആണ്. റാമൻ സ്പെക്ട്രം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ് കേട്ടോ. ഇനി അടുത്തത്, 2 particles of different masses have equal kinetic energies. Find the ratio of the linear moment and velocities. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ അവിടെ തന്നിരിക്കുന്നത് പാർട്ടിക്കിൾ, അതും അവിടെ എന്താണ് നമ്മുടെ പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ അണ്ടർ ദ ഫോഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് അവിടെ സർക്യൂട്ട് ഡയഗ്രാം വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? നമ്മൾ പറഞ്ഞു PN ജംഗ്ഷൻ ഡയോഡും അല്ലെങ്കിൽ NPN ഒക്കെ നോക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞു. ഫോർവേഡ് ബൈസ്ഡ്, റിവേഴ്സ് ബൈസ്ഡ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു ഭാഗം നോക്കിയിട്ട് പോകണം. ദെൻ അതുപോലെ തന്നെ വീണ്ടും ഒരു പ്രോബ്ലം ആണ് അവിടെ തന്നിരിക്കുന്നത്. സോ അത് നോക്കുക കേട്ടോ.
ഇനി അടുത്ത അവിടെ അപ്പോൾ ഈ പ്രോബ്ലംസ് നമുക്ക് വീണ്ടും ഇത് തന്നെ ചോദിക്കണമെന്നില്ല, വേറെ പ്രോബ്ലംസേ വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മളത് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അതേപോലെ അടുത്ത് നമ്മുടെ വർക്ക് എനർജി പവറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ തന്നിരിക്കുന്നത്. വർക്ക് എന്താണ്, എനർജി എന്താണ്, പവർ എന്താണെന്നൊക്കെ ഉള്ളത് നോക്കുക. SI യൂണിറ്റ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കണം. അതിനകത്ത് എല്ലാം പവറിൻ്റെയും എനർജിയുടെയും അതുപോലെ തന്നെ വർക്കൊക്കെ എന്താണെന്നുള്ളത് നോക്കിയിട്ട് പോകണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേരിയബിൾ ഫോഴ്സസിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കുക. അതിൻ്റെ എന്താണ് ഡെറിവേഷനും കൂടെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അടുത്ത ഒരു പ്രോബ്ലമാണ് അവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ വീണ്ടും നമുക്ക് ഒരു എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ എന്താണ് തന്നിരിക്കുന്നത്, ഗാൽവനോമീറ്റർ ഓഫ് കോയിലർസ്. ഈ ഗാൽവനോമീറ്റർ ഒക്കെ നോക്കിയിട്ട് പോകണേ, അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവിടെ തന്നിരിക്കുന്നത് ഹൗ വിൽ യു കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ ammeter of range 0 to 2A and a voltmeter of range 0 to 10 volt. ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതും നോക്കിയിട്ട് പോകണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അതായത് നമ്മുടെ കഴിഞ്ഞ 2025 ഏപ്രിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇത് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ ഈ ഭാഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിട്ട് വേണം നാളത്തെ പരീക്ഷയ്ക്ക് പോകാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏതൊക്കെ ഭാഗത്തു നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വരുന്ന യാതൊരു പ്രതീക്ഷയും വേണ്ട കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് നമ്മളിപ്പോൾ തെർമോഡൈനാമിക്സ് അല്ലേ, അപ്പോൾ തെർമോഡൈനാമിക്സിന് 3 ലോസ് നോക്കിയിട്ട് പോകണം. അതുപോലെ തന്നെ രാമൻ എഫക്റ്റ് എന്താണെന്നുള്ളത് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ കുറേ ടേംസ് ഞാനിവിടെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പഠിച്ചിട്ട് പോകണം. അതെല്ലാം നമുക്ക് നാളത്തെ പരീക്ഷയ്ക്കുള്ളതാണ്. അതുകൂടാതെ ഫിസിക്സിൽ ഏറ്റവും അതായത് അത്യാവശ്യം പാസ്സായി പോകാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും നാളത്തെ പരീക്ഷയ്ക്ക് കണ്ടിട്ട് പോകണം. കാരണം അതിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നാളത്തെ പരീക്ഷയ്ക്ക് വരും. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ടേ നാളത്തെ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. പിന്നെ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് നല്ലതായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം നാളത്തെ പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ബുദ്ധിമുട്ടുള്ള ഭാഗം ഒന്ന് വിട്ട് കളഞ്ഞിട്ട് ഏറ്റവും എളുപ്പമുള്ളത് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, പാഠപുസ്തകം നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഭാഗം അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും നാളത്തെ പരീക്ഷ നന്നായിട്ട് എഴുതുക. ഫിസിക്സ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിൽ പോലും പാസ്സാകാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നാളത്തെ പരീക്ഷ നിങ്ങൾ എഴുതാനായിട്ട്. ഒന്നും നോക്കാതെ പോവില്ല. ഈ ഞാനിപ്പോൾ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗങ്ങളെല്ലാം തന്നെ നാളെ നിങ്ങൾ നോക്കുക. ആ ഭാഗത്തുനിന്ന് എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നിർത്തുന്നു. NYSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്